പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബികോം അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റ സയൻസ് വിദ്യാർത്ഥികളുടെ അപ്പാച്ചെ ഹഡൂപ്പ് ഫോർ ഡാറ്റ സയൻസ് എന്ന പേപ്പറിൽ നിന്നുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഡിസ്കഷനിൽ 9 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ സെക്ഷൻ എയിൽ ഉൾപ്പെടുന്ന 1 മാർക്കിന്റെ ചോദ്യങ്ങളും സെക്ഷൻ ബിയിൽ ഉൾപ്പെടുന്ന 2 മാർക്കിന്റെ ചോദ്യങ്ങളും സെക്ഷൻ സിയിൽ ഉൾപ്പെടുന്ന 4 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ചോദ്യങ്ങളും സെക്ഷൻ ഡിയിൽ ഉൾപ്പെടുന്ന 15 മാർക്കിന്റെ ലോങ് എസ്സേ ചോദ്യങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ബിഗ് ഡാറ്റ? 1 മാർക്കിന്റെ ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ബിഗ് ഡാറ്റ? നമുക്കറിയാം, ഡാറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ഓർ ഒബ്സർവേഷൻ ഈസ് കോൾഡ് ഡാറ്റ. സോ ബിഗ് ഡാറ്റ റെഫേഴ്സ് ടു എക്സ്ട്രീംലി ലാർജ് ആൻഡ് കോംപ്ലക്സ് ഡാറ്റ സെറ്റ് that are difficult to process and analyze using traditional data processing tools and techniques. ട്രഡീഷണൽ ഡാറ്റ പ്രോസസിംഗ് ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാൻ കഴിയാത്ത ലാർജും കോംപ്ലക്സുമായ ഡാറ്റ സെറ്റുകളെയാണ് ബിഗ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. ബിഗ് ഡാറ്റയിൽ സ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ടാകാം, സെമി സ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ടാകാം, അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ടാകാം. അങ്ങനെ ട്രഡീഷണൽ ഡാറ്റ പ്രോസസിംഗ് ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാൻ കഴിയാത്ത ലാർജ് കോംപ്ലക്സ് ഡാറ്റ സെറ്റുകളെയാണ് ബിഗ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഇനി ബിഗ് ഡാറ്റയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് 5 V's ഓഫ് ബിഗ് ഡാറ്റ. ബിഗ് ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു ടേമിൽ 5 V's എന്താണ്? വോളിയം, വെലോസിറ്റി, വെറൈറ്റി, വാല്യൂ, വെറാസിറ്റി. ഈ 5V എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വോളിയം refers to the amount of data that is collected. Velocity refers to the rate at which data is coming. Variety refers to the different kinds of data. Value refers to the usefulness of collected data. Veracity refers to the quality of data. അങ്ങനെ ബിഗ് ഡാറ്റയുടെ 5 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് 5 V's ഓഫ് ബിഗ് ഡാറ്റ എന്നും വിളിക്കുന്നത്. അതിൽ വോളിയം ഉൾപ്പെടുന്നു, വെലോസിറ്റി ഉൾപ്പെടുന്നു, വെറൈറ്റി ഉൾപ്പെടുന്നു, വാല്യൂ ഉൾപ്പെടുന്നു, വെറാസിറ്റി ഉൾപ്പെടുന്നു. ഇത് നമുക്കൊരു എക്സ്പെക്റ്റഡ് ചോദ്യമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വാട്ട് ആർ ദ 5 V's ഓഫ് ബിഗ് ഡാറ്റ? അങ്ങനെ ട്രഡീഷണൽ ഡാറ്റ പ്രോസസിംഗ് ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാൻ കഴിയാത്ത ലാർജും കോംപ്ലക്സുമായ ഡാറ്റ സെറ്റുകളെയാണ് ബിഗ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ബിഗ് ഡാറ്റയുടെ 5 പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വോളിയം, വെലോസിറ്റി, വെറൈറ്റി, വാല്യൂ, വെറാസിറ്റി. ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബിഗ് ഡാറ്റ ഉള്ളത്. സോ ബിഗ് ഡാറ്റ ആർ ലാർജ് ആൻഡ് കോംപ്ലക്സ് ഡാറ്റ സെറ്റ്സ് that are difficult to process and analyze using traditional data processing tools and techniques. This is a combination of structured data, unstructured data and semi-structured data. അപ്പോൾ ഡിഫറെന്റ് ഫോർമാറ്റ് ഓഫ് ഡാറ്റയാണ് ഈ പറയുന്ന ബിഗ് ഡാറ്റയിൽ വരുന്നത്. ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്ന വെറൈറ്റി എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ HDFS. 1 മാർക്കിന്റെ ചോദ്യം. ഹഡൂപ്പുമായി അസോസിയേറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ് HDFS. HDFS stands for Hadoop Distributed File System. Hadoop Distributed File System എന്ന് വിളിക്കുന്ന HDFS എന്ന് പറയുന്നത് it is a primary storage system used by Hadoop application. Hadoop ആപ്ലിക്കേഷനുകൾ പ്രൈമറി സ്റ്റോറേജ് സിസ്റ്റമായി യൂസ് ചെയ്യുന്ന ഒരു ഫയൽ സിസ്റ്റമാണ് HDFS അല്ലെങ്കിൽ Hadoop Distributed File System. HDFS is built on open source framework and it is one of the major component of Apache Hadoop. Apache Hadoopന്റെ പ്രധാന കമ്പോണന്റ് ആണ്, അതിന്റെ പ്രൈമറി സ്റ്റോറേജ് സിസ്റ്റം ആണ് HDFS എന്ന Hadoop Distributed File System.
So HDFS is built on open source framework and it is one of the major component of Apache Hadoop. മൂന്നാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഗ് ഡേറ്റ. 2 മാർക്കിന്റെ ചോദ്യം നേരത്തെ നമ്മൾ കണ്ടു. ബിഗ് ഡേറ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബിഗ് ഡേറ്റ ഈസ് ഡിഫിക്കൽട്ട് ടു പ്രോസസ് ആൻഡ് അനലൈസ് യൂസിങ് കൺവെൻഷണൽ ഡേറ്റ പ്രോസസിംഗ് ടെക്നിക്സ് ആൻഡ് ടൂൾസ്. കൺവെൻഷണൽ ഡേറ്റ പ്രോസസിംഗ് ടെക്നിക്സും ടൂൾസും ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാൻ കഴിയാത്ത ലാർജ് ആൻഡ് കോംപ്ലക്സ് ഡേറ്റാ സെറ്റുകളെയാണ് ബിഗ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ബിഗ് ഡാറ്റയിലെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വോളിയമാണ്. വോളിയം റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് യു ഹാവ്. നമ്മുടെ കൈവശം ഇരിക്കുന്ന അത്രയും ലാർജ് ആയിട്ടുള്ള ഡേറ്റയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വോളിയം എന്ന് പറയുന്നത്. വോളിയം കൂടുക എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഡാറ്റ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വെലോസിറ്റി. വെലോസിറ്റി റെഫേഴ്സ് ടു ദ സ്പീഡ് ഓഫ് ഡാറ്റ പ്രോസസിംഗ്. ഡാറ്റ പ്രോസസിംഗ് സ്പീഡാണ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഡാറ്റ പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡാറ്റ ഇൻടു ഇൻഫർമേഷൻ. റോ ഡാറ്റയെ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഡാറ്റ പ്രോസസിംഗ്. അങ്ങനെ ഡാറ്റ പ്രോസസിംഗ് സ്പീഡിനെയാണ് നമ്മൾ ബിഗ് ഡേറ്റയുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ബിഗ് ഡേറ്റ 2 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വോളിയം, 2 വെലോസിറ്റി. ബിഗ് ഡാറ്റ മീൻസ് complex and large set of data that cannot be processed by conventional or traditional data processing tools and techniques. Conventional traditional data processing techniques and tools ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും കഴിയാത്ത ലാർജ് കോംപ്ലക്സ് ആയ ഡാറ്റ സെറ്റുകളെയാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ബിഗ് ഡാറ്റയുടെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വാല്യൂ. Value refers to the benefit that your organization derives from data. നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ബിഗ് ഡേറ്റയിൽ നിന്ന് നമ്മുടെ ഓർഗനൈസേഷന് കിട്ടുന്ന ബെനഫിറ്റ്സ്, ആ യൂസബിലിറ്റി ആണ് ബിഗ് ഡേറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വെറൈറ്റി. വെറൈറ്റി റെഫേഴ്സ് ടു ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിഗ് ഡേറ്റ. നേരത്തെ പറഞ്ഞ ബിഗ് ഡേറ്റയിൽ സെമി സ്ട്രക്ചേർഡ് ഡേറ്റ ഉണ്ടാകാം, സ്ട്രക്ചേർഡ് ഡേറ്റ ഉണ്ടാകാം, അൺസ്ട്രക്ചേർഡ് ഡേറ്റ ഉണ്ടാകാം. അങ്ങനെ വ്യത്യസ്തമായ ഫോർമാറ്റ് ഓഫ് ഡേറ്റയാണ് ബിഗ് ഡേറ്റയുള്ളത്. ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഫോർമാറ്റുകളെയാണ് നമ്മൾ വെറൈറ്റി എന്ന് വിളിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വെറാസിറ്റി. വെറാസിറ്റി റെഫേഴ്സ് ടു ദ ആക്യുറസി ഓഫ് ഡേറ്റ. ആക്യുറസി മീൻസ് കറക്റ്റ്നെസ് ഓഫ് ഡേറ്റ ഈസ് കോൾഡ് ആക്യുറസി. അങ്ങനെ ബിഗ് ഡേറ്റയുടെ ആക്യുറസി ആണ് നമ്മൾ വെറാസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഗ് ഡേറ്റ. ബിഗ് ഡേറ്റയുടെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വെറാസിറ്റിയാണ്. സോ വെറാസിറ്റി മീൻസ് ആക്യുറസി ഓഫ് ഡേറ്റ. ലോ വെറാസിറ്റി ക്യാൻ ഡാമേജ് ദ ആക്യുറസി ഓഫ് റിസൾട്ട്. റിസൾട്ടുകളുടെ ആക്യുറസി പലപ്പോഴും ഈ ഒരു നമ്മുടെ വെറാസിറ്റി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. പലപ്പോഴും ലോ വെറാസിറ്റി ഉള്ള ഡേറ്റ പലപ്പോഴും ആക്യുറസി കുറവായിരിക്കും, ആക്യുറസി ലോ ആയിരിക്കും. ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ 5 V's ഓഫ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ഹഡൂപ്പ് ആൻഡ് ദിയർ ഫംഗ്ഷൻ. 4 മാർക്കിന്റെ ഒരു ഷോർട്ട് എസ്സേ ആണ്. ഹഡൂപ്പിന്റെ പ്രധാന ഫംഗ്ഷനുകളും കമ്പോണൻസും ഏതാണ്? ഹഡൂപ്പ് ആദ്യം എന്താണെന്ന് നോക്കാം. ഹഡൂപ്പ് ഇസ് എ ഫ്രെയിംവർക്ക് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് ആൻഡ് പാരലൽ പ്രോസസിംഗ്. ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജിനും പാരലൽ പ്രോസസിംഗിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് ഹഡൂപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടു ഹാൻഡിൽ ബിഗ് ഡാറ്റ. ബിഗ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് പൊതുവെ ഹഡൂപ്പ് യൂസ് ചെയ്യുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഹഡൂപ്പ് ഇസ് എ ഫ്രെയിംവർക്ക് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് ആൻഡ് പാരലൽ പ്രോസസിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് മാനേജ് ബിഗ് ഡാറ്റ. ബിഗ് ഡാറ്റ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് ഹഡൂപ്പ് എന്ന് പറയുന്നത്. It is the most commonly used software to handle big data. ബിഗ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് ഹഡൂപ്പ് എന്ന് പറയുന്നത്. നേരത്തെ കണ്ടു, ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം പലപ്പോഴും ഈ ഒരു ഡാറ്റ സ്റ്റോറേജ് മാനേജ്മെന്റ് പോലെയുള്ള ബിഗ് ഡാറ്റയുടെ സ്റ്റോറേജ് മാനേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. സോ ഹഡൂപ്പ് ഈസ് എ ഫ്രെയിംവർക്ക് ദാറ്റ് ഈസ്
used for distributed storage and parallel processing to store and manage big data. ഇനി ഹഡൂപ്പ് കമ്പോണന്റ്, ഹഡൂപ്പിന്റെ പ്രധാന കമ്പോണൻസ് നോക്കിയാൽ 3 പ്രധാന കമ്പോണൻസ് ആണല്ലോ. ദർ ആർ 3 കമ്പോണൻസ് ഫോർ ഹഡൂപ്പ്. ഒന്നെന്ന് പറയുന്നത് ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം HDFS, 2 ഹഡൂപ്പ് മാപ്പ് റെഡ്യൂസ്, 3 ഹഡൂപ്പ് യാൻ. അതിൽ ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഈസ് ദ സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് ഹഡൂപ്പ്. ഹഡൂപ്പിന്റെ സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ HDFS. ഇനി രണ്ടാമത്തെ കമ്പോണന്റ് ഹഡൂപ്പ് മാപ്പ് റെഡ്യൂസ് എന്താന്ന് നോക്കാം. ഹഡൂപ്പ് മാപ്പ് റെഡ്യൂസ് ഈസ് ദ പ്രോസസിംഗ് യൂണിറ്റ് ഓഫ് ഹഡൂപ്പ്. ഹഡൂപ്പിന്റെ പ്രോസസിംഗ് യൂണിറ്റ് ആണ് ഹഡൂപ്പ് മാപ്പ് റെഡ്യൂസ്ഡ്. ഇനി മൂന്നാമത്തെ കമ്പോണന്റ് ഹഡൂപ്പ് യാൺ എന്താണ്, അതിന്റെ ഫംഗ്ഷൻ നോക്കിയാൽ ഹഡൂപ്പ് യാൺ ഈസ് എ റിസോഴ്സ് മാനേജ്മെന്റ് യൂണിറ്റ് ഓഫ് ഹഡൂപ്പ്. ഹഡൂപ്പിന്റെ റിസോഴ്സ് മാനേജ്മെന്റ് യൂണിറ്റ് ആണ് യാൺ എന്ന് പറയുന്നത്. അങ്ങനെ ഹഡൂപ്പ് സിസ്റ്റത്തിൽ 3 പ്രധാന കമ്പോണന്റ് ആണുള്ളത്. ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം, ഹഡൂപ്പ് മാപ്പ് റെഡ്യൂസ്, ഹഡൂപ്പ് യാൺ. ഇനി ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഈസ് ദ സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് ഹഡൂപ്പ്. Data is stored in distributed manner in HDFS. ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് രൂപത്തിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. There are 2 components of HDFS. HDFSന് 2 പ്രധാനപ്പെട്ട കമ്പോണന്റ് ഉണ്ട്. ഒന്ന് നെയിം നോഡ്, 2 ഡാറ്റ നോഡ്. പലപ്പോഴും ഈ നെയിം നോഡും ഡാറ്റ നോഡും പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. So Hadoop distributed file system has 2 components, name node and data node. So in HDFS and features നോക്കിയാൽ it provides distributed storage. It can be implemented on commodity hardware. It provides data security. It provides fault tolerance. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് ആണ് HDFS എന്ന ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിനുള്ളത്. നേരത്തെ കണ്ടു HDFSൽ 2 പ്രധാന കമ്പോണന്റ് നെയിം നോഡ്, ഡാറ്റ നോഡ്. While there is only one name node, there can be multiple data nodes. അത് കൂടി മനസ്സിലാക്കുക. HDFSൽ ഒരു നെയിം നോഡും മൾട്ടിപ്പിൾ ഡാറ്റ നോഡുകളുമാണ് ഉള്ളത്. HDFS is specially designed for storing huge data set in commodity hardware. ഹ്യൂജ് ഡാറ്റാ സെറ്റുകൾ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയാണ് ഹഡൂപ്പിലെ HDFS എന്ന ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അങ്ങനെ HDFSൽ തന്നെ 2 പ്രധാന കമ്പോണന്റ് ഉണ്ട്, നെയിം നോഡും ഡാറ്റ നോഡും. ഒരു നെയിം നോഡും മൾട്ടിപ്പിൾ ഡാറ്റ നോഡുകളാണ് HDFSൽ കാണപ്പെടുന്നത്. ഇനിയും രണ്ടാമത്തെ കമ്പോണന്റ് ആയ ഹഡൂപ്പ് മാപ്പ് റെഡ്യൂസ് എന്താണ്, അതിന്റെ ഒരു ഫംഗ്ഷൻ നോക്കിയാൽ ഹഡൂപ്പ് മാപ്പ് റെഡ്യൂസ് ഈസ് ദ പ്രോസസിംഗ് യൂണിറ്റ് ഓഫ് ഹഡൂപ്പ്. ഹഡൂപ്പിന്റെ പ്രോസസിംഗ് യൂണിറ്റ് ആണ് ഹഡൂപ്പ് മാപ്പ് റെഡ്യൂസ്. In the map reduce approach, the processing is done at slave nodes and the final result is sent to the master node. ഇവിടെ 2 പുതിയ കൺസെപ്റ്റ് വന്നു, സ്ലേവ് നോഡ്, മാസ്റ്റർ നോഡ്. ഹഡൂപ്പ് മാപ്പ് റെഡ്യൂസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ 2 പ്രധാന കമ്പോണൻസ് ഉണ്ട്, സ്ലേവ് നോഡും മാസ്റ്റർ നോഡും. സ്ലേവ് നോഡിലാണ് ഈ പറയുന്ന പ്രോസസിംഗ് ചെയ്യുന്നത്, റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് മാസ്റ്റർ നോഡാണ്. A data containing node is used to process the entire data. This coded data is usually very small in comparison to data itself. അത് മനസ്സിലാക്കി വെക്കുക. ഇനി മൂന്നാമത്തെ കമ്പോണന്റ് ഹഡൂപ്പ് യാൺ. ഹഡൂപ്പ് യാണിന്റെ ഒരു അബ്രിവിയേഷൻ മനസ്സിലാക്കുക, അതിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം മനസ്സിലാക്കുക. ഹഡൂപ്പ് യാണിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം ആണ് യെറ്റ് അനദർ റിസോഴ്സ് നെഗോഷിയേറ്റർ. പലപ്പോഴും ഒരു മാർക്കിന് ചോദിക്കാം എന്താണ് യാൺ. സോ യാൺ സ്റ്റാൻഡ്സ് ഫോർ യെറ്റ് അനദർ റിസോഴ്സ് നെഗോഷിയേറ്റർ. ഇറ്റ് ഈസ് എ റിസോഴ്സ് മാനേജ്മെന്റ് യൂണിറ്റ് ഓഫ് ഹഡൂപ്പ്. ഹഡൂപ്പിന്റെ റിസോഴ്സ് മാനേജ്മെന്റ് യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ ആസ് എ കമ്പോണന്റ് ഓഫ് ഹഡൂപ്പ് വേർഷൻ 2. ഹഡൂപ്പ് വേർഷൻ 2ലാണ് ഈ പറഞ്ഞ ഹഡൂപ്പ് യാൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് ദ റിസോഴ്സ് മാനേജ്മെന്റ് യൂണിറ്റ് ഓഫ് ഹഡൂപ്പ്. Hadoop yarn acts like operating system to Hadoop. ഒരു ഇന്റർഫേസ് ആയി അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഹഡൂപ്പിൽ ആക്ട് ചെയ്യുന്ന ഒരു റിസോഴ്സ് മാനേജ്മെന്റ് യൂണിറ്റ് ആണ്
yet another resource negotiator എന്ന yarn. So it is responsible for managing cluster resources. It perform job scheduling. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ജോലികളാണ് ഈ ആണ്ടത്. ഒന്ന് മാനേജിങ് ക്ലസ്റ്റർ റിസോഴ്സസ്, സെക്കൻഡ് വൺ പെർഫോമിംഗ് ജോബ് ഷെഡ്യൂളിംഗ്. കൃത്യമായ ടൈമിൽ തന്നെ ജോബുകൾ പ്രോസസ് ചെയ്യുന്നു, അതിന്റെ അലോക്കേഷൻ പോലെയുള്ള കാര്യങ്ങളാണ് ജോബ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഹഡൂപ്പ് ഈ ആണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിസോഴ്സ് മാനേജ്മെന്റ് യൂണിറ്റ് ഓഫ് ഹഡൂപ്പ്. ഹഡൂപ്പിന്റെ റിസോഴ്സ് മാനേജ്മെന്റ് യൂണിറ്റ് ആണ് ഹഡൂപ്പ് യാൺ എന്ന യെറ്റ് അനദർ റിസോഴ്സ് നെഗോഷിയേറ്റർ. അങ്ങനെ മൂന്ന് പ്രധാന കമ്പോണൻസ് ആണ് ഹഡൂപ്പിലുള്ളത്. നേരത്തെ പറഞ്ഞു HDFS എന്ന ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം, രണ്ട് ഹഡൂപ്പ് മാപ്പ് റെഡ്യൂസ്, മൂന്ന് ഹഡൂപ്പ് യാൺ. അതിൽ യാന്റെ അബ്രിവേഷൻ മനസ്സിലാക്കുക, യെറ്റ് അനദർ റിസോഴ്സ് നെഗോഷിയേറ്റർ. ഇറ്റ് ഈസ് എ റിസോഴ്സ് മാനേജ്മെന്റ് യൂണിറ്റ് ഓഫ് ഹഡൂപ്പ്. ഹഡൂപ്പിന്റെ റിസോഴ്സ് മാനേജ്മെന്റ് യൂണിറ്റ് ആണ് ഹഡൂപ്പ് യാൺ. ഇനിയും അഞ്ചാമത്തെ ചോദ്യം ഒരു ലോങ് എസ്സേ ആണ്. ഡിസ്കസ് ഇൻ ഡീറ്റെയിൽസ് അബൌട്ട് അപ്പാച്ചെ പിഗ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് അപ്പാച്ചെ പിഗ് എന്ന് പറയുന്ന ഒരു ചോദ്യം. നമുക്ക് ആദ്യം അപ്പാച്ചെ പിഗ് എന്താണെന്ന് നോക്കാം. അപ്പാച്ചെ പിഗ് ഈസ് എ ഹൈ ലെവൽ പ്ലാറ്റ്ഫോം ഫോർ ക്രിയേറ്റിംഗ് പ്രോഗ്രാംസ് ദാറ്റ് റൺ ഓൺ അപ്പാച്ചെ ഹഡൂപ്പ്. അപ്പാച്ചെ ഹഡൂപ്പിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹൈ ലെവൽ പ്ലാറ്റ്ഫോം ആണ്. സിമ്പിളായി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ ക്രിയേറ്റിംഗ് ഹഡൂപ്പ് പ്രോഗ്രാംസ്. ഹഡൂപ്പ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹൈ ലെവൽ പ്ലാറ്റ്ഫോം ആണ് അപ്പാച്ചെ പിഗ്. ദ ലാംഗ്വേജ് ഫോർ ദിസ് പ്ലാറ്റ്ഫോം ഈസ് കോൾഡ് പിഗ് ലാറ്റിൻ. നമ്മുടെ പിഗ് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനാണ് പിഗ് ലാറ്റിൻ എന്ന് പറയുന്നത്. പിഗ് വാസ് ഡെവലപ്ഡ് ബൈ യാഹൂ ടു പ്രൊവൈഡ് an abstraction over MapReduce, which is the underlying computing paradigm of Hadoop. ഹഡൂപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈ ലെവൽ പ്ലാറ്റ്ഫോം ആണ് അപ്പാച്ചെ പിഗ് എന്ന് പറയുന്നത്. അപ്പാച്ചെ പിഗിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനാണ് പിഗ് ലാറ്റിൻ എന്ന് പറയുന്നത്. പിഗ് വാസ് ഡെവലപ്ഡ് ബൈ ഹഡൂപ്പ്. ഹഡൂപ്പിന്റെ ഒരു പിഗ് എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തത് യാഹൂ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് യാഹുവിനെ കുറിച്ച് അറിയാം. യാഹു എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഇനി അപ്പാച്ചെ പിഗിന്റെ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോക്കിയാൽ, അപ്പാച്ചെ പിഗ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ഡാറ്റ അനലിസ്റ്റ് ആൻഡ് ഡെവലപ്പിംഗ് ലാർജ് സ്കെയിൽ ഡാറ്റ പ്രോസസിംഗ് ടാസ്ക്. ഹഡൂപ്പ് ക്ലസ്റ്ററിൽ ലാർജ് സ്കെയിൽ ഡാറ്റ പ്രോസസിംഗ് ടാസ്കുകളും ഡാറ്റ അനാലിസിസ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൊതുവെ അപ്പാച്ചെ പിഗ് എന്ന ഹൈ ലെവൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ എഫിഷ്യന്റ് വേ ടു വർക്ക് വിത്ത് ഡാറ്റ ടു റൈറ്റ് ലോ ലെവൽ മാപ്പ് റെഡ്യൂസ് കോഡ്. ലോ ലെവൽ മാപ്പ് റെഡ്യൂസ് കോഡുകൾ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹൈ ലെവൽ പ്ലാറ്റ്ഫോം ആണ് അപ്പാച്ചെ പിഗ്. ഇനിയും അപ്പാച്ചെ പിഗിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിയാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് several operations like filtering, joining, sorting, aggregation, etc. It is easy to learn, read and write. It is extensible. It can be used along with Java and other programming languages. അതാണ് അപ്പാച്ചെ പിഗ് എന്ന് പറയുന്ന ഹൈ ലെവൽ പ്ലാറ്റ്ഫോമിന്റെ ഫീച്ചേഴ്സ്. നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കാം. അപ്പാച്ചെ പിഗ് ഈസ് എ ഹൈ ലെവൽ പ്ലാറ്റ്ഫോം ഫോർ ക്രിയേറ്റിംഗ് പ്രോഗ്രാംസ് ദാറ്റ് റൺ ഓൺ അപ്പാച്ചെ ഹഡൂപ്പ്. അപ്പാച്ചെ ഹഡൂപ്പിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഹൈ ലെവൽ പ്ലാറ്റ്ഫോം ആണ് അപ്പാച്ചെ പിഗ്. അപ്പാച്ചെ പിഗ് വാസ് ഡെവലപ്ഡ് ബൈ യാഹൂ. ഇനിയും ആപ്ലിക്കേഷൻ ഓഫ് അപ്പാച്ചെ പിഗ് നോക്കിയാൽ, അതിൽ ഒന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പ്ലോറിംഗ് ഡാറ്റ സെറ്റ്. രണ്ട്, ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ലാർജ് ഡാറ്റ സെറ്റ് for ad hoc queries. In the prototyping of large data set processing, it is used. Required to process the time-sensitive data load. It is used for analytical insights and used in sampling. ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ അപ്പാച്ചെ പിഗിൻ ഉള്ളത്. നേരത്തെ പറഞ്ഞു അപ്പാച്ചെ പിഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് പ്രോഗ്രാംസ് വിച്ച് ക്യാൻ ബി റൺ ഓൺ അപ്പാച്ചെ ഹഡൂപ്പ്. അപ്പാച്ചെ ഹഡൂപ്പിൽ റൺ ചെയ്യാൻ ആവശ്യമുള്ള പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹൈ ലെവൽ പ്ലാറ്റ്ഫോം ആണ് പിഗ് എന്ന് പറയുന്നത്.
പിഗിന്റെ ആപ്ലിക്കേഷൻ നോക്കിയാൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എക്സ്പ്ലോറിംഗ് ലാർജ് ഡാറ്റ സെറ്റ്, 2 പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ലാർജ് ഡാറ്റ സെറ്റ് ഫോർ മേക്കിംഗ് അഡ്ഹോക് ക്വറീസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്രോട്ടോടൈപ്പ് ഫോർ large data set processing. It is used to process sensitive data load. It is used for data collection of data set. It is used for data analytical insights. ഇത്തരം കാര്യങ്ങളാണ് അപ്പാച്ചെ പിഗിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ അപ്പാച്ചെ പിഗ് ആർക്കിടെക്ചർ ഈസ് ബേസ്ഡ് ഓൺ 2 മെയിൻ കമ്പോണൻസ്. അപ്പാച്ചെ പിഗിന്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്ന 2 പ്രധാന കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് പിഗ് കോഡുകൾ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിഗ് ലാറ്റിൻ എന്ന് പറയുന്ന ലാംഗ്വേജ്, 2 റൺ ടൈം എൻവയോൺമെന്റ് ആയ പിഗ് ലാറ്റിൻ പ്രോഗ്രാം. അത് മനസ്സിലാക്കി വെക്കുക. അപ്പാച്ചെ പിഗിന്റെ 2 പ്രധാന കമ്പോണൻസ് പിഗ് ലാറ്റിൻ ലാംഗ്വേജ്, അതുപോലെ തന്നെ പിഗ് ലാറ്റിൻ പ്രോഗ്രാം. ഇനി 6ാമത്തെ ചോദ്യം, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ നെയിം നോഡ് ആൻഡ് ഡാറ്റ നോഡ്, 2 മാർക്കിന്റെ ചോദ്യം. നമുക്ക് നേരത്തെ കണ്ടതാണ് ഈ നെയിം നോഡ് എന്താണ്, ഡാറ്റ നോഡ് എന്താണെന്ന് കണ്ടു. The main difference between name node and data node in Hadoop is that name node is the master node in Hadoop distributed file system, while data node is the slave node in Hadoop distributed file system. Hadoop distributed file systemത്തിൽ master node എന്ന് പറയുന്നത് നെയിം നോഡും അതിൽ സ്ലേവ് നോഡ് എന്ന് പറയുന്നത് ഡാറ്റ നോഡുമാണ്. നമ്മുടെ ഡാറ്റ പ്രോസസ് ചെയ്യുന്നത് സ്ലേവ് നോഡിലും ഡാറ്റയുടെ റിസൾട്ട്, അതാ ഡാറ്റ പ്രോസസിംഗ് റിസൾട്ട്, ആ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത് നെയിം നോഡിലാണ്. സോ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ നെയിം നോഡ് ആൻഡ് ഡാറ്റ നോഡ് ഇൻ ഹഡൂപ്പ് ഈസ് ദാറ്റ് നെയിം നോഡ് ഈസ് ദ മാസ്റ്റർ നോഡ് ഇൻ HDFS, while data node is a slave node in HDFS. 7ാമത്തെ ചോദ്യം, ലിസ്റ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിംഗ് ഹഡൂപ്പ് യൂസർ എൻവയോൺമെന്റ്, 2 മാർക്കിന്റെ ചോദ്യം. ഹഡൂപ്പ് യൂസർ എൻവയോൺമെന്റിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദ്യം. നമുക്ക് പ്രധാനപ്പെട്ട 3 അഡ്വാൻറ്റേജ് മനസ്സിലാക്കാം. 1, ഇറ്റ് ഓഫർ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആൻഡ് ടൂൾസ്. 2, ഇറ്റ് ഇന്റഗ്രേറ്റ്സ് ഡാറ്റ പ്രോസസിംഗ് ആൻഡ് മാനേജ്മെന്റ് ടൂൾസ്. 3, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് integration with other components of Hadoop ecosystem. Hadoop user environment 3 പ്രധാന അഡ്വാൻറ്റേജ് ആണുള്ളത്. 1, ഇറ്റ് പ്രൊവൈഡ്സ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആൻഡ് ടൂൾസ്. യൂസർ ഫ്രണ്ട്ലി ആയ ഇന്റർഫേസുകളും ടൂളുകളും പ്രൊവൈഡ് ചെയ്യുന്നു. 2, ഇറ്റ് ഇന്റഗ്രേറ്റ്സ് വേരിയസ് ഡാറ്റ പ്രോസസിംഗ് ആൻഡ് മാനേജ്മെന്റ് ടൂൾസ്. വ്യത്യസ്തമായ ഡാറ്റ പ്രോസസിംഗ് മാനേജ്മെന്റ് ടൂളുകളെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 3, it facilitates integration with other components of Hadoop ecosystem. Hadoop ecosystemത്തിലെ മറ്റുള്ള കമ്പോണന്റുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. മറ്റുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ HDFSന്റെ സ്റ്റോറേജ്, അതുപോലെ YARN പോലെയുള്ള റിസോഴ്സ് മാനേജ്മെന്റ് കമ്പോണന്റുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഹഡൂപ്പ് യൂസർ എൻവയോൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി 8ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ഹൈവ് സർവീസസ് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ഹൈവ് സർവീസസ്. ഹൈവ് എന്താന്ന് നോക്കാം. ഹൈവ് ഈസ് ഡാറ്റ വെയർഹൌസിംഗ് ആൻഡ് SQL ലൈക്ക് ക്വറി ലാംഗ്വേജ് ബിൽറ്റ് ഓൺ ഹഡൂപ്പ്. ഹഡൂപ്പിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ വെയർഹൌസിംഗും അതുപോലെ തന്നെ SQL പോലെയുള്ള ലാംഗ്വേജ് സിസ്റ്റമാണ് ഹൈവ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഹൈ ലെവൽ ഇന്റർഫേസ് ഫോർ ക്വറിയിങ് ആൻഡ് മാനേജിംഗ് ലാർജ് ഡാറ്റ സെറ്റ്. ലാർജ് ഡാറ്റ സെറ്റുകളെ മാനേജ് ചെയ്യാനും വേണ്ടി അതുപോലെ തന്നെ ഹൈ ലെവൽ ഇന്റർഫേസ് ക്വറിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ഹൈവ് സർവീസ് എന്ന് പറയുന്നത്. സോ ഹൈവ് ഈസ് എ ഡാറ്റ വെയർഹൌസിംഗ് ആൻഡ് SQL ലൈക്ക് ക്വറി ലാംഗ്വേജ് സിസ്റ്റം ബിൽറ്റ് ഓൺ ടോപ്പ് ഓഫ് ഹഡൂപ്പ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഹൈ ലെവൽ ഇന്റർഫേസ് ഫോർ ക്വറിയിങ് ആൻഡ് മാനേജിംഗ് ലാർജ് ഡാറ്റ സെറ്റ്സ് സ്റ്റോർഡ് ഇൻ ഹഡൂപ്പ് HDFS. ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയെ മാനേജ് ചെയ്യാൻ വേണ്ടിയും ക്വറീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഡേറ്റ വെയർഹൌസിംഗ് പോലെയുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ് നമ്മുടെ ഹൈവ് സർവീസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈവ് യൂസ് ചെയ്യുന്നത്. ഹൈവ് ഈസ് എ ഡേറ്റ വെയർഹൌസിംഗ് ആൻഡ് SQL ലൈക്ക് ക്വറി ലാംഗ്വേജ്. ഒരു മാർക്ക് ചോദിക്കാൻ അത്രയും മാത്രം എഴുതുക.
Hive എന്ന് പറയുന്നത് it is a data warehousing and SQL like query language. It is built on top of Hadoop. ഇനിയും ഹൈവ് സർവീസ് നോക്കിയാൽ 6 പ്രധാന സർവീസസ് ആണുള്ളത്. ഒന്ന് ഹൈവ് ക്വറി ലാംഗ്വേജ് അല്ലെങ്കിൽ HQL. 2 മെറ്റാ സ്റ്റോർ സർവീസസ് എന്ന് വിളിക്കുന്നു. 3 എക്സിക്യൂഷൻ എഞ്ചിൻ. 4 ഡ്രൈവർ സർവീസ്. 5 CLI ആൻഡ് യൂസർ ഇന്റർഫേസ്. 6 സെക്യൂരിറ്റി ആൻഡ് ഓത്തറൈസേഷൻ. അങ്ങനെ 6 പ്രധാന ഹൈവ് സർവീസസ് ആണുള്ളത്. 1 ഹൈവ് ക്വറി ലാംഗ്വേജ് എന്ന HQL. 2 മെറ്റാ സ്റ്റോർ സർവീസ്. 3 എക്സിക്യൂഷൻ എഞ്ചിന്. 4 ഡ്രൈവർ സർവീസ്. 5 CLI ആൻഡ് യൂസർ ഇന്റർഫേസ്. 6 സെക്യൂരിറ്റി ആൻഡ് ഓത്തറൈസേഷൻ. ഇതാണ് പ്രധാനപ്പെട്ട ഹൈവ് സർവീസസ്. ഹൈവിനെ കുറിച്ച് പറഞ്ഞു. ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ഡാറ്റ വെയർഹൗസിംഗ് ആൻഡ് SQL ലൈക്ക് ലാംഗ്വേജ് ഇന്റർഫേസ്. ഇനി 9ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കീ ഫങ്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് NoSQL ഡാറ്റാബേസസ്? 4 മാർക്കിന്റെ ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് NoSQL. നമുക്ക് ആദ്യം NoSQL എന്താണെന്ന് നോക്കാം. ദ ടേം NoSQL സ്റ്റാൻഡ്സ് ഫോർ നോട്ട് ഓൺലി SQL ഓർ നോട്ട് SQL. നമുക്ക് 2 രൂപത്തിലാണ് ഇതിന്റെ ഒരു എക്സ്പാൻഷൻ വരുന്നത്. ഒന്ന് നോട്ട് ഓൺലി SQL എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നോട്ട് SQL. സിമ്പിളായി പറഞ്ഞാൽ NoSQL ഈസ് എ നോൺ റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റം. ഒരു നോൺ റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റമാണ് നമ്മുടെ NoSQL. സോ ഇറ്റ് ഡസ് നോട്ട് യൂസ് ടാബുലാർ ഫോർമാറ്റ് ടു സ്റ്റോർ ഡാറ്റ. ടാബുലാർ രൂപ ഉപയോഗിക്കാതെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു നോൺ റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റമാണ് NoSQL. നമുക്കറിയാം SQL എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റമാണ്. SQL ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ ഫോർമാറ്റിലാണ്. അതുകൊണ്ടാണ് SQL നമ്മൾ പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. എന്നാൽ NoSQL എന്ന് പറയുന്നത് ഒരു നോൺ റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റമാണ്. അതായത് ഡാറ്റ നോൺ ടാബുലാർ ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് SQLും NoSQLും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. SQL databases are relational while NoSQL databases are non-relational. റിലേഷണൽ എന്ന് പറഞ്ഞാൽ SQL ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ ഫോർമാറ്റിലാണ്. എന്നാൽ നോൺ റിലേഷണൽ എന്ന് പറഞ്ഞാൽ ടേബിൾ ഫോർമാറ്റ് ഉപയോഗിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് യൂസ് ടേബിൾ ഫോർമാറ്റ് ടു സ്റ്റോർ ഡാറ്റ. സോ ദ ടേം NoSQL സ്റ്റാൻഡ്സ് ഫോർ നോട്ട് ഓൺലി SQL ഓർ NoSQL. ഇനിയും NoSQLന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ 1ാമത്തെ ഫീച്ചറാണ് ഫ്ലെക്സിബിൾ ഡാറ്റ മോഡൽ ആൻഡ് സ്കീമ. സ്കീമ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റാബേസിന്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ഈസ് കോൾഡ് സ്കീമ. സോ 1ാമത്തെ ഫംഗ്ഷനാണ് ഫ്ലെക്സിബിൾ ഡാറ്റ മോഡൽ ആൻഡ് സ്കീമ. NoSQL database store different types of data and has flexible schema ideal for semi-structured and unstructured data. നേരത്തെ നമ്മൾ കണ്ടു ബിഗ് ഡേറ്റയിൽ ഈ 2 രൂപത്തിലുള്ള ഡേറ്റ വരാറുണ്ട്, സെമി സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡ് ഡേറ്റ. അങ്ങനെ സെമി സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡ് ഡേറ്റയ്ക്കും അനുയോജ്യമായ ഫ്ലെക്സിബിൾ സ്കീമയാണ് നമ്മുടെ NoSQL ഡാറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി 2 ഫാസ്റ്റർ ക്വറീസ്. ക്വറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമാൻഡ് ഗിവൺ ടു എ ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ കൊടുക്കുന്ന കമാൻഡാണ് ക്വറി. Unlike relational database which are normalized to reduce data duplication, NoSQL is optimized for faster query. It typically does not require complex join, meaning that the data query return result more quickly. NoSQLന്റെ ക്വറീസ് പെട്ടെന്ന് റിസൾട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നു. 3 മാസീവ് ഡാറ്റ സ്റ്റോറേജ്. NoSQL is designed to handle large complex data set, allowing organizations to adopt and scale big data. Scale means reduce ചെയ്യുന്നു, അതിന്റെ സൈസ് കുറയ്ക്കുന്നു. അങ്ങനെ ബിഗ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ അനുയോജ്യമായ ഒരു നോൺ റിലേഷണൽ ഡാറ്റാബേസ് സംവിധാനമാണ് NoSQL. NoSQL is designed to handle large
complex data set which allow organization to adopt and scale big data. ഓർഗനൈസേഷൻസുകളിൽ ഇത്തരം കോംപ്ലക്സ് ഡാറ്റ സെറ്റുകളെ അഡോപ്റ്റ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും ഇത്തരം NoSQL നോൺ റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒന്നാമത്തെ ഫീച്ചറാണ് ഫ്ലെക്സിബിൾ ഡാറ്റ മോഡൽ ആൻഡ് സ്കീമ. 2 ക്വറീസ് പെട്ടെന്ന് റിട്ടേൺ ചെയ്യുന്നു, ഫാസ്റ്റർ ക്വറീസ്. 3 മാസീവ് ഡാറ്റ സ്റ്റോറേജ് എബിലിറ്റി. അങ്ങനെ 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ NoSQL ഉള്ളത്. നേരത്തെ പറഞ്ഞു NoSQL എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റം, നോൺ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഒരു NoSQL ഡാറ്റാബേസ് സംവിധാനത്തിൽ ടാബുലാർ രൂപ ഉപയോഗിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് യൂസ് ടാബുലാർ ഫോർമാറ്റ് ടു സ്റ്റോർ ഡാറ്റ. എന്നാൽ ഒരു റിലേഷണൽ ഡാറ്റാബേസ് സംവിധാനത്തിൽ SQL റിലേഷണൽ ഡാറ്റാബേസ് സംവിധാനമാണ്. SQL ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ടേബിൾ രൂപത്തിലാണ്, ടാബുലാർ രൂപത്തിലാണ്. ടേബിളിനെ തന്നെ നമ്മൾ റിലേഷൻ എന്ന് വിളിക്കുന്നു. അതാണ് ഒരു പ്രത്യേകത. സോ ഇനി 4ാമത്തെ പ്രത്യേകത നോക്കിയാൽ പെർഫോമൻസ് നോക്കുക. NoSQL databases are optimized for high performance and can handle high volume of read-write operations. റീഡ്-റൈറ്റ് ഓപ്പറേഷനുകളെ പെട്ടെന്ന് ഒപ്റ്റിമൈസ് ചെയ്യുന്നു. അതുവഴി ഹൈ പെർഫോമൻസ് NoSQL ഡാറ്റാബേസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് റിയൽ ടൈം ആപ്ലിക്കേഷനുകൾ പലപ്പോഴും NoSQL ഡാറ്റാബേസുകളാണ് യൂസ് ചെയ്യുന്നത്. ഇനിയും ലാസ്റ്റ് ഫീച്ചേഴ്സ് നോക്കിയാൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. NoSQL ഡാറ്റാബേസസ് ആർ മോർ കോസ്റ്റ് എഫക്റ്റീവ് ദാൻ ട്രഡീഷണൽ റിലേഷണൽ ഡാറ്റാബേസസ് ആർ ദേ ലെസ് കോംപ്ലക്സ് കമ്പയർഡ് ടു റിലേഷണൽ ഡാറ്റാബേസ്. റിലേഷണൽ ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കോംപ്ലക്സിറ്റി കുറവാണ് ഇത്തരം NoSQL ഡാറ്റാബേസുകൾ. അതുകൊണ്ട് അത്തരം NoSQL ഡാറ്റാബേസുകൾ വളരെ ചീപ്പാണ് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. NoSQL does not require expensive hardware or software. എക്സ്പെൻസീവും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ NoSQL ഡാറ്റാബേസുകൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് NoSQL ഡാറ്റാബേസുകൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ ലെസ് എക്സ്പെൻസീവ് ആണ്. അങ്ങനെ NoSQL എന്ന് പറയുന്നത് ഒരു നോൺ റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റമാണ്. SQL എന്ന് പറയുന്നത് ഒരു റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റമാണ്. നമ്മൾ ട്രഡീഷണൽ ഡാറ്റാബേസ് സംവിധാനങ്ങൾ നോക്കിയാൽ ട്രഡീഷണൽ ഡാറ്റാബേസുകളെല്ലാം റിലേഷണൽ ഡാറ്റാബേസുകളാണ്. അതായത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് റോയും കോളവും ആയിട്ടാണ്. എന്നാൽ NoSQL ഇത്തരം റിലേഷണൽ ഡാറ്റാബേസ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ടേബിൾ രൂപങ്ങൾ ഉപയോഗിക്കുന്നില്ല. സോ NoSQL ആർ often cost effective compared to traditional relational database system as they are less complex and does not need expensive hardware or software. എക്സ്പെൻസീവ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മുടെ NoSQL ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ലെസ് എക്സ്പെൻസീവ്. So NoSQL is a non-relational database system which does not use table to store data.